കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന കടുത്ത വരുമാന നഷ്ടത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ബസ് ഉടമകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ KSRTC വാടകയ്ക്ക് എടുത്ത് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ബസ് ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ മാസം 11-ാം തീയതിയാണ് ഗതാഗത മന്ത്രിയും അസോസിയേഷനുമായി ബസ് ഉടമകളുടെ അസോസിയേഷനുമായിട്ടൊക്കെ ചർച്ച നടക്കാൻ പോകുന്നത്. അതിലൊരു തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സമരം എന്നാണ് പറഞ്ഞത്. അതിനൊരു സൂചനയായി പല ജില്ലകളിലും സമരം നടത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ കോട്ടയത്തേക്ക് കടന്നിരിക്കുകയാണ്. കോട്ടയത്തെ ഇപ്പോൾ രാവിലെ ഈ സമരം തുടങ്ങിയപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മായ, കോട്ടയം ജില്ലയ്ക്കൊപ്പം തന്നെ പത്തനംതിട്ട, കൊല്ലം, അതേപോലെ തന്നെ ആലപ്പുഴ, ഈ 3 ജില്ലകളിലും കൂടെ ഇന്ന് പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ഒരു സ്ഥിതി പരിഗണിച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ 60% സർവീസുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളാണ്. മുൻപ് KSRTCയും തുല്യ അനുപാതത്തിലായിരുന്നു സ്വകാര്യ ബസ്സുകളും ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി KSRTC ബസ്സുകൾ അത് ഈ ഗ്രാമീണ സർവീസുകൾ പരമാവധി കുറയ്ക്കുന്ന നഷ്ടത്തിലുള്ള സർവീസുകൾ കുറച്ചതിനെ തുടർന്ന് ഇപ്പോൾ സ്വകാര്യ ബസ്സുകളാണ് കൂടുതലായും ഗ്രാമീണ മേഖലകളിലടക്കം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഗതാഗതം ഒരു പൂർണ്ണമായും ഈ പൊതുമേഖലയിലുള്ള ഗതാഗത സംവിധാനം സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് KSRTC ബദൽ മാർഗ്ഗങ്ങളൊന്നും സ്വീകരിച്ചിട്ടുമില്ല. അതേ തുടർന്ന് പൊതുജനങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണമാണ്. കാരണം കോട്ടയം ജില്ലയിൽ 90%-ഓളം സ്വകാര്യ ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ളവരാണ്. ഈ സംഘടനയാണ് കോട്ടയം ജില്ലയിൽ പ്രധാനമായും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കോട്ടയം ജില്ലയിൽ ഈ ഗതാഗത മേഖല കാര്യമായി തന്നെ സ്തംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗജന്യ യാത്രാ പദ്ധതി KSRTCയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് സ്ത്രീ യാത്രക്കാരുടെ വലിയൊരു കുറവ് സ്വകാര്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് കിലോമീറ്ററിന് ഏതാണ്ട് 51 രൂപയുടെ ചെലവാണ് അവർക്ക് ബസ് വ്യവസായത്തിൽ ഓരോ കിലോമീറ്ററിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് 500 രൂപ മാത്രമാണ് പലപ്പോഴും ഒരു സർവീസിൽ നിന്നും ഒരു ദിവസം അവർക്ക് കിട്ടുന്ന വരുമാനം. ഇത്തരത്തിൽ ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ സൂചിപ്പിക്കുന്നത്. ഈ 11-ാം തീയതി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇതിൽ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് KSRTC സർവീസ് നടത്തണം. ഇതിന്റെ പൂർണ്ണമായ ചെലവ് സ്വകാര്യ ബസ് ഉടമകൾ തന്നെ വഹിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ഈ പ്രശാന്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്കാണ്.